ഹായ് മക്കൾസ്, സേ എക്സാം ബുദ്ധിമുട്ടാവോ സാറേ സാറേ സാമ്പാറേ എന്ന് ചോദിച്ച പോലെ തന്നെ സേ എക്സാം ബുദ്ധിമുട്ടാവോ എന്നാണ് ചോദിക്കുന്നത്. ഓരോ വിഷയങ്ങൾക്കും പല രീതിയാണ്. ഇപ്പം ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് ചിലത് ഇപ്പോൾ സയൻസ് സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ ചിലത് വിഷയങ്ങളൊക്കെ ടഫ് ആവാറുണ്ട്. ഫിസിക്സിൻ്റെ കാര്യത്തിലൊക്കെ സേ എക്സാം ടഫ് ആവാറുണ്ട്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഹ്യൂമാനിറ്റീസിൻ്റെ കൊമേഴ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ ടഫ് ആവാറില്ല പൊതുവെ. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഫുൾ മാർക്കിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ ഫുൾ ഈസി ആക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഒരു 1, 2, 3 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും കുറച്ചൊന്ന് ടൈറ്റ്. അത് ഞാൻ പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷെ 1, 2 ക്വസ്റ്റ്യൻസ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള, ബാക്കിയൊക്കെ വളരെ ഈസി ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. പക്ഷേ ഈ വളരെ ഈസി പോലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾ ജൂൺ 23, അതായത് എന്നാണോ ഈ എക്സാം വരുന്നത്, ആ എക്സാം വരെ നിങ്ങൾ ബുക്കൊന്നും തൊട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ളതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. കാരണം നിങ്ങൾ കഴിഞ്ഞ ഏത് മാസം, ഫെബ്രുവരി മാസം ബുക്ക് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ ഓരോ എക്സാം കഴിയുമ്പോഴും ആ ബുക്കുകളൊക്കെ പിന്നെ പൂട്ടി വെച്ചാണ്. പിന്നെ അതിനുമായിട്ട് യാതൊരു ഇത് ബന്ധമില്ല. അതായത് സ്കൂളിൽ പോയിട്ടില്ല, ടീച്ചേഴ്സ് നിങ്ങളോട് അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, അസൈൻമെൻറ്റുകൾ എഴുതാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സെമിനാറുകൾ എടുക്കാൻ പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വിഷയം പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ല. കണ്ടത് വെറും നിങ്ങൾ എന്നായിരുന്നു, നമ്മുടെ മെയ് 22-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടിലായിരുന്നു നിങ്ങൾ കണ്ടത് അല്ലേ? ആ വിഷയം അക്കൗണ്ടൻസി, അല്ലെങ്കിൽ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഹിസ്റ്ററി, അല്ലെങ്കിൽ ജിയോഗ്രഫി, ഇങ്ങനെ ഓരോ വിഷയങ്ങളും കണ്ടത്. അതുകൊണ്ട് മക്കൾ, അങ്ങനെ കാണാത്തവർക്ക് എത്ര ഈസിയുള്ള ക്വസ്റ്റ്യൻ ഇട്ടാലും നിങ്ങൾക്ക് ടൈറ്റ് തന്നെ ആയിരിക്കും. പൊതുവേ നമ്മൾ പറയുന്നത് സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നത് സേ എന്ന് പറഞ്ഞാൽ, സേ എന്ന് എപ്പോഴും പറയുമ്പോൾ മക്കളെ സേവ് എ ഇയർ എന്നുള്ളതാണ്. അതായത് എസ് എന്ന് പറയുമ്പോൾ സേവ്, എ എന്ന് പറയുമ്പോൾ നോർമലി എ, വൈ എന്ന് പറയുമ്പോൾ ഇയർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വർഷം നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള, വർഷം പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഗവൺമെൻറ് തരുന്ന, അതായത് ഒരു വർഷം നിങ്ങളിപ്പോൾ അടുത്ത വർഷമാണ് എക്സാം എഴുതാൻ വിചാരിക്കുമ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് പോയി. അതായത് ഒരു 18 വയസ്സായ കുട്ടിക്ക് പിന്നെ ഒരു 19 വയസ്സാവും. വയസ്സിങ്ങനെ കൂടി വരല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ വർഷം ലോസായി പോവാതിരിക്കാൻ വേണ്ടി, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് സേ എന്ന് പറയുന്നത്. മക്കളെ, നിങ്ങൾ പറയേണ്ടത് ഇനി സേ ടു സക്സസ് എന്നാണ്. നിങ്ങൾ അവസാനം ജൂൺ 23 മുതലുള്ള ഈ എക്സാമുകൾ എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കേണ്ടത് സേ ടു സക്സസ് എന്നുള്ളതാണ്. സേ എന്ന് പറയുന്നത് സേവ് എ ഇയർ ആണെങ്കിൽ ഞങ്ങൾ മനസ്സിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സേ ടു സക്സസ് എന്നാണ്. അതായത് പറയണം നിങ്ങൾ, ഞങ്ങൾ വിജയിച്ചു എന്ന്. മക്കളെ, നിങ്ങൾക്ക് പറയാൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബാച്ചിൽ എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 999 രൂപ മാത്രമേ ഒരു വിഷയത്തിന് നമ്മൾ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങുന്നേ ഉള്ളൂ. അത് ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്ന ആളുകളല്ലേ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലോട്ട്, നമ്പറല്ല, ഇൻസ്റ്റഗ്രാം ID ആണ്, എൻ്റെ ഇൻസ്റ്റഗ്രാം ID ആണ്. ഇതിൽ നിങ്ങൾക്ക് SP_Sahad എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജിലൂടെ ചോദിക്കാവുന്നുള്ളൂ. നമ്മൾ ഇത് സേ എക്സാം ടഫ് ആവോ ഇല്ലോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ടഫ് ആവില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഒരിക്കലും നെഗറ്റീവ് മൈൻഡിൽ നമ്മൾ ചിന്തിക്കേണ്ട, പോസിറ്റീവായിട്ട് തന്നെ കാണാം. പോസിറ്റീവ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹാപ്പി ആയിരിക്കുക. സേ ടു സക്സസ്. ബൈ.